ഗുരുവായൂർ അമ്പലത്തിൽ ഭഗവാന്റെ ശ്രീകോവിലിന് നേരെ പുറത്ത് നടപ്പന്തലിന് അരികിലായി ഏറെ നേരമായി ഇരിക്കുന്ന പ്രായമായ ഒരു മുത്തശ്ശിയോട് ഒരു 16-17 വയസ്സ് തോന്നിക്കുന്ന ഇരുനിറമുള്ള ഒരു കുട്ടി ചെന്ന് തിരക്കി. എന്താ മുത്തശ്ശി, കുറെ നേരമായല്ലോ ഇവിടെ ഒറ്റയ്ക്ക്? അവർ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി, എന്നിട്ട് പറഞ്ഞു, എൻ്റെ പേരക്കുട്ടികൾ ഇപ്പോൾ വരും, അവരെന്തോ വാങ്ങിക്കുവാൻ അങ്ങോട്ട് പോയതാണ്. മുത്തശ്ശി രാവിലെ മുതലേ ഇവിടെ ഇരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. ഇപ്പം നേരെ ഇരുട്ടാവാറായിരിക്കുന്നു. ഇതുവരെയും പേരക്കുട്ടികൾ വന്നില്ലേ? അറിയില്ല മോനെ, അവർക്കിനി ഇവിടെ വഴിതെറ്റിയോ ഒന്നും അറിയില്ല. വിളിച്ചു നോക്കാൻ എൻ്റെ കയ്യിൽ ഫോണോ നമ്പറോ ഒന്നുമില്ല. ഏറെ നാളായി ആഗ്രഹിക്കുന്നു ഭഗവാനെ ഒന്ന് കാണാൻ. മക്കളോടും ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ്. അവർ ഇവിടെ ഒരുപാട് തവണ വന്നിട്ടുമുണ്ട്. എന്നെ ഒന്നും കൊണ്ടുവരാൻ കൂട്ടാക്കിയിട്ടില്ല. മകനും മരുമകൾക്കും മുംബൈയിലായിരുന്നു ജോലി. കോവിഡ് സമയത്ത് മരണപ്പെട്ടു. ഇപ്പം ഞാൻ പേരക്കുട്ടികളുടെ കൂടെയാ. ഭഗവാനെ ഒന്ന് കാണാൻ എനിക്ക് അവരെ ബുദ്ധിമുട്ടിക്കേണ്ടി വന്നു. എന്നാലും സാരമില്ല, മരിക്കും മുമ്പ് ഭഗവാനെ ഒന്ന് കാണാൻ കഴിഞ്ഞല്ലോ, അത് മതി. എന്നാലും ഈ കുട്ടികൾ ഇത്ര നേരം എവിടെയാ പോയേ? ആ കുട്ടി ചോദിച്ചു. മുത്തശ്ശി വല്ലതും കഴിച്ചോ? ഇല്ല കുഞ്ഞെ, ഒന്നും കഴിച്ചില്ല. ഭഗവാനെ കണ്ടിട്ട് ഇരുന്ന ഇരിപ്പാണ്. കുട്ടികളെയും ഇത്ര നേരം ആയിട്ടും കണ്ടില്ലല്ലോ, ഞാനത് മറന്നേ പോയി. മുത്തശ്ശിക്ക് നല്ല വിശപ്പുണ്ട്, ഞാൻ കഴിക്കാൻ വല്ലതും വാങ്ങി വരാം. വേണ്ട മോനെ, ഞാൻ പുറത്തു നിന്നും അങ്ങനെ ഒന്നും വാങ്ങി കഴിക്കാറില്ല. ഇതിവിടെ അമ്പലത്തിൽ നിന്നും കിട്ടുന്നതാണ് മുത്തശ്ശി. ആണോ? മോൻ ഇവിടെയാണോ ജോലി? ജോലിയല്ല മുത്തശ്ശി, ഞാനിപ്പോൾ ഇവിടെയാണ്. മോൻ്റെ അച്ഛനും അമ്മയൊക്കെ എവിടെ? അവർ വീട്ടിലാണ്. പിന്നെ മോനെന്താ ഇവിടെ ഒറ്റയ്ക്ക്? എനിക്കിവിടെയാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇവിടെ തന്നെ. ഞാൻ മുത്തശ്ശിക്ക് കഴിക്കാനുള്ളത് എടുത്തുകൊണ്ട് വരാം കേട്ടോ എന്ന് പറഞ്ഞ് ആ കുട്ടി എങ്ങോട്ടോ പോയി. 1-2 മിനിറ്റ് പോലും ആയില്ല, കയ്യിലൊരു വാഴയിൽ അവിൽ നനച്ചതും പാൽപ്പായസവും കൊണ്ട് കൊടുത്തു. മുത്തശ്ശി ഇത് കഴിച്ചോളൂ. അവർ അത് കയ്യിലേക്ക് വാങ്ങി. പായസത്തിന് ചൂടുണ്ടാവും മുത്തശ്ശി? ഇപ്പോൾ വെച്ചതാണ്, 6 മുൻപ് ഞാൻ എടുത്തുകൊണ്ട് പോരുന്നതാണ് കേട്ടോ. മുത്തശ്ശി നേരമെടുത്ത് അത് കഴിച്ചു കഴിഞ്ഞു. എന്നിട്ട് ചോദിച്ചു, മോൻ വല്ലതും കഴിച്ചോ? ഏയ് ഇല്ല മുത്തശ്ശി, ഞാൻ കഴിക്കാൻ കുറച്ചുകൂടെ കഴിയും. മുത്തശ്ശി ഞാൻ പോകുവാട്ടോ, അത്താഴ പൂജയ്ക്ക് സമയമായി, എന്നെ ഇപ്പോൾ അവിടെ തിരക്കും. അവർ പിന്നെയും ചോദിച്ചു, മോന് നടയിലാണോ ജോലി? അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ല മുത്തശ്ശി, വെറുതെ അവിടെ ഒരു സഹായിയായി നിൽക്കും, ഭഗവാനെ എപ്പോഴും കാണാലോ. മുത്തശ്ശി ചിരിച്ചു. അവൻ പോയി അധികമാകും മുമ്പ് ഒരു വൃദ്ധൻ അവിടെ വന്നു. അയാൾ അവരോട് ചോദിച്ചു, കുറച്ച് മുൻപ് ഇവിടെ നിന്ന് പോയത് ആരാ? കൊച്ചുമകനാണോ? അവർ പറഞ്ഞു, ഏയ് അല്ല, എനിക്ക് അവനെ ഇവിടെ വന്നുള്ള പരിചയമാണ്. എനിക്ക് കഴിക്കാൻ പായസം കൊണ്ടുവന്നതാണ്, നല്ലൊരു കുഞ്ഞ്. അയാൾ ചോദിച്ചു, ഞാൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവർ അയാളോട് കാര്യങ്ങൾ പറഞ്ഞു. അയാൾ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു, കുറച്ച് നാളുകൾക്ക് മുൻപ് എന്നെ എൻ്റെ മക്കളാണ് ഇവിടെ കൊണ്ടുവന്നത്. അത് നിർബന്ധിച്ച് അവർ തൊഴുതു മടങ്ങി എന്നെ കൊണ്ടുപോകാൻ മറന്നു. അയാളുടെ വാക്കുകൾ കേട്ട് അവരുടെ ഉള്ളൊന്ന് ആളി. ഭഗവാനെ, എൻ്റെ കുട്ടികൾക്ക് ഞാനൊരു ബാധ്യതയായോ? അയാൾ പറഞ്ഞു, ഭയപ്പെടണ്ട, ഭഗവാൻ ഇവിടെ ഉണ്ടല്ലോ. ഇനി അവർ തിരികെ വന്നില്ലെങ്കിൽ നടയുടെ പടിഞ്ഞാറ് വശത്തുകൂടി പുറത്തേക്കൊരു വഴിയുണ്ട്. അത് വരുന്നത് ഇവിടുത്തെ അന്തേവാസികൾക്കുള്ള ആശ്രമത്തിലാണ്. അവിടെ വന്ന് എൻ്റെ പേര് പറഞ്ഞാൽ മതി. അയാൾ പേരും പറഞ്ഞു കൊടുത്തു. അപ്പോഴേക്കും നടയുടെ മുന്നിൽ നിന്ന് ഒരാൾക്കൂട്ടവും ബഹളവും. നടയിൽ നിന്നും പുറത്തേക്ക് നോക്കി ആരോ വിളിച്ചു പറയുന്നുണ്ട്, ഭഗവാൻ അത്താഴ പൂജയ്ക്ക് നെതിക്കാനുള്ള പായസം ആരോ കോരിയെടുത്തു കൊണ്ടുപോയിരിക്കുന്നു. ഇത് കേട്ട മുത്തശ്ശി അന്താളിച്ചു നിന്നു. എന്താ ഇവിടെ സംഭവിക്കുന്നത് എന്നറിയാതെ. അയാൾ അവരോട് പറഞ്ഞു, ഭഗവാനുള്ള നേദ്യമാണ് നിങ്ങൾ കഴിച്ചത്, അതുകൊണ്ട് വന്ന് തന്നതും ഭഗവാൻ തന്നെ. ഇന്ന് വരെ ആ കുട്ടിയെ ഞാൻ ഇവിടെ എങ്ങും കണ്ടിട്ടില്ല. ഇത് കേട്ട് മുത്തശ്ശി കണ്ണുകൾ നിറച്ച് കൈകൂപ്പിക്കൊണ്ട്, ഭഗവാനെ, ഇനി എന്ത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ചെവിയിൽ മുഴങ്ങിയത് ആ വൃദ്ധൻ പറഞ്ഞ വാക്കുകളായിരുന്നു. നടയടച്ചാൽ പിന്നെ ഒറ്റയ്ക്ക് ഇരിക്കാനുള്ള ഭയം ആലോചിച്ചപ്പോൾ അവർ വേഗം നടയുടെ പടിഞ്ഞാറ് വശത്തേക്ക് നടന്നു ചെന്നു. അവിടെ നിന്നും പുറത്തേക്കുള്ള ഒരു ഇടുങ്ങിയ നടവഴി കണ്ടു. അതിൽ കൂടി പുറത്തു വന്നു. മുന്നിലേക്ക് നോക്കുമ്പോൾ അയാൾ പറഞ്ഞ ആ ആശ്രമം. അവിടെ
പ്രായമുള്ള ഒരു സ്ത്രീ തന്നെ വന്ന് കതക് തുറന്നു. അവർ ചോദിച്ചു, ആരാണ്? അവർ കാര്യങ്ങൾ അവരോട് പറഞ്ഞു. കേശവൻ എന്ന ആൾ പറഞ്ഞിട്ടാണ് വന്നത്. അവർ മിഴിച്ചുകൊണ്ട് ചോദിച്ചു, ഇവിടേക്കുള്ള ഗേറ്റ് ആരാ തുറന്നു തന്നത്? സന്ധ്യ കഴിഞ്ഞ് ഞാനത് പൂട്ടിയതാണല്ലോ. അവർ പറഞ്ഞു, ഞാൻ ഗേറ്റൊന്നും കണ്ടില്ല. നടയുടെ പടിഞ്ഞാറ് വശത്തുള്ള വഴിയെ നേരെ ഇങ്ങ് പോരുകയായിരുന്നു. പിന്നെ പടിഞ്ഞാറേ നടയിൽ നിന്നും ഇങ്ങോട്ടേക്ക് നേരെ ഇങ്ങ് വരാൻ ഒരു വഴിയുമില്ല. നിങ്ങൾ പറഞ്ഞ ആ കേശവൻ എൻ്റെ ഭർത്താവാണ്. കിടപ്പിലായിട്ട് നാളുകൾ ഏറെയായി. പിന്നെ ഇത് ആശ്രമമൊന്നുമല്ല, എൻ്റെ വീടാണ്. ഇവിടെ അദ്ദേഹവും ഞാനും മാത്രമേ ഉള്ളൂ. അത് കേട്ട് അവർ തിരിഞ്ഞു നോക്കി. പിറകിൽ അവർ വന്ന വഴിയല്ല, വലതുഭാഗത്ത് താഴിട്ട് പൂട്ടിയ ഒരു ഗേറ്റ് മാത്രം. നേരെ ഇടനാഴിയിലൂടെ ചെന്ന് കയറിയത് അയാളുടെ മുറിയിൽ. തന്നോട് വഴി പറഞ്ഞു തന്ന ആ ആൾ അവർ പറഞ്ഞതുപോലെ കിടപ്പിലാണ്. ഭഗവാനെ, കൃഷ്ണ കൃഷ്ണ, ഇതെന്തു മായകൾ! ഭഗവാനിൽ മാത്രം വിശ്വാസമർപ്പിക്കുന്നവരെ ചേർത്ത് പിടിക്കാൻ ഭഗവാൻ ഒരിക്കലും മടി കാണിച്ചിരുന്നില്ല അത്രേ.